ഓക്കേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ചങ്ങാതിയുടെ ഒരു നല്ല സ്റ്റോറി പഠിച്ചു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നല്ല മക്കളായി ജീവിക്കും അല്ലേ? ഓക്കേ, അത് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്ത് നമുക്ക് ഏതാണ്? അടുത്ത ഒരു പേജ് കണ്ടോ? പേജ് നമ്പർ 7 അല്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 7. അല്ല, എന്തൊക്കെയാ കാണുന്നേ? ഒരു നല്ല പിക്ചർ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? മിസ് കാണുന്നുണ്ട് അല്ലേ? ആരാത്? ആ പിക്ചറിലെ ആള് ആരാണ്? അമ്പിളിമാമനാണ് അല്ലേ? എവിടെയാ ഉണ്ടാവുക അമ്പിളിമാമൻ? എവിടെയാ ഉണ്ടാവുക? ഒന്ന് കാണിച്ചു തന്നെ. എങ്ങോട്ടാ ഉണ്ടാവുക? താഴോട്ടാണോ? മുകളിൽ ആകാശത്തിലല്ലേ? ആന കേറാമലയിൽ. നമ്മൾ ആദ്യത്തെ ഒരു പാട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ആന കേറാമല ആകാശം. അപ്പൊ ആനക്ക് പോലും കേറാൻ പറ്റാത്ത സ്ഥലത്താണ് ഏത്? ആകാശം അല്ലേ? ആകാശം, മാനം എന്നൊക്കെ പറയും അല്ലേ? മാനം, വാനം ഇതൊക്കെ പറയാം ആകാശത്തിന് അല്ലേ? അപ്പോ ആ ആകാശത്തില് ആണ് ആരുണ്ടാവുക? അമ്പിളിമാമൻ. അമ്പിളിമാമനെ കാട്ടിത്തരാറുണ്ടോ അമ്മമാര്? ഉണ്ടോ? കാണിച്ചു തന്നിട്ടുണ്ടോ നിങ്ങളുടെ അമ്മമാര്? നിങ്ങള് ഭക്ഷണമൊന്നും കഴിക്കാത്ത സമയത്ത്, നിങ്ങൾ കരയുന്ന സമയത്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ? ഇതാ നോക്കിയേ, അമ്പിളിമാമൻ ഉണ്ട്, നിങ്ങൾക്ക് വേഗം കഴിച്ചോ, അപ്പൊ അമ്പിളിമാമനെ കാണാം അല്ലേ? അപ്പോ രാത്രി കാലങ്ങളില് നമ്മൾ അമ്പിളിമാമനെ കാണാറുണ്ടല്ലേ? ചന്ദ്രന, എന്താ പറയാ? ചന്ദ്രനാണല്ലേ? മൂൺ. ഓക്കെ. അപ്പൊ ചന്ദ്രൻ ആകാശത്തുണ്ടാവും അല്ലേ? രാത്രി കാലങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോ നല്ല തെളിഞ്ഞ ദിവസം, മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ആകാശത്തേക്ക് നോക്കിയ രാത്രികാലങ്ങളിൽ കാണും കേട്ടോ. കാണാത്ത കുട്ടികൾ, അമ്പിളിമാമനെ കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇനി നോക്കിയാ മതിയേ. അപ്പൊ ഈ പിക്ചറിൽ കാണുന്ന നല്ല നല്ല ഭംഗിയുണ്ട്. ആരാ? അമ്പിളിമാമൻ അല്ലേ? അമ്പിളി. ആരാണ്? അമ്പിളി. അല്ലേ? നമ്മുടെ സ്വരാക്ഷരങ്ങളില്, മലയാളത്തില് സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, ചിഹ്നങ്ങൾ, അങ്ങനെ ഒക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരുപാടൊന്നും തലയിൽ കേട്ടിട്ടുണ്ട് ഇപ്പൊ അല്ലേ? അപ്പൊ അതില് സ്വരാക്ഷരങ്ങളില് ഫസ്റ്റ് ആദ്യത്തെ അക്ഷരമാണ് ആ അല്ലേ? ആദ്യത്തെ അക്ഷരമാണ് ആ. സ്വരാക്ഷരങ്ങൾ ഏതാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളില് സ്വരങ്ങള്, വ്യഞ്ജനങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതില് സ്വരങ്ങളില് ആദ്യത്തെ അക്ഷരമാണ് ആ. എന്താണ് പറയുക? അല്ലേ? ആയിലാണ് ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അമ്മ, അച്ഛൻ, അച്ചച്ചൻ, അമ്മമ്മ ഒക്കെ അല്ലേ? മുത്തശ്ശൻ, മുത്തശ്ശി എന്നാ പറയണ്ടേ കേട്ടോ. അപ്പൊ അച്ഛൻ, അമ്മ അല്ലെ? നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് പ്രിയപ്പെട്ടവരാണ് അല്ലേ? അതിലായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അമ്പിളി. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പഠിക്കുന്നത്? അമ്പിളി. ഇവിടെ അമ്പിളി ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കിയേ. അമ്പിളി. അമ്പിളി. ഒക്കെ പറയാത്തവരുണ്ടോ മിസ്സിന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നേ? ഉറക്കെ പറയുന്നുണ്ടോ? അമ്പിളി പറഞ്ഞേ. അമ്പിളി. ഓക്കെ, വെരി ഗുഡ്. അമ്പിളി. അമ്പിളി. നെക്സ്റ്റ് അച്ഛൻ. എന്താണ്? അച്ഛൻ. ആരാ അവിടെ നിൽക്കുന്നത്? കുഞ്ഞുമാമേനൊക്കെ എടുത്തിട്ട് അച്ഛൻ. ആരാണ്? അച്ഛൻ. അച്ഛൻ. നെക്സ്റ്റ് വൺ ആരാ? അത് നിങ്ങൾക്ക് അറിയാലോ. ആരാണ് അവിടെ നിൽക്കുന്നത്? അമ്മ. വെരി ഗുഡ്. അമ്മ. അമ്മ. അപ്പൊ നമ്മൾ ഏതൊക്കെ വാക്ക് പഠിച്ചു? അമ്പിളി, അച്ഛൻ, അമ്മ. ഓക്കെ. അപ്പൊ സ്വരങ്ങളില് ഫസ്റ്റ് ആദ്യത്തെ അക്ഷരമായ എന്ന അക്ഷരം നമ്മൾ പറയാൻ പഠിച്ചു കേട്ടോ. എഴുതാനല്ല, എഴുതാൻ നമ്മൾ റായും രായും പഠിച്ചിട്ടുണ്ട്. ഇത് ആ
കണ്ടോ നിങ്ങള്? ആ ഏതാണ്? ആ അമ്പിളി, അച്ഛൻ, ആ അമ്മ. ഉറക്കെ മിസ്സിന്റെ കൂടെ പറഞ്ഞേ. സേ ലൗഡ്ലി. ഒച്ചത്തിൽ പറഞ്ഞേ. ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ. ഓക്കെ. നെക്സ്റ്റ് ആ അറ. ഈ കോളത്തിൽ എന്താ എഴുതി നോക്കിയേ? ആ റ. റ നമ്മൾ പഠിച്ച ലെറ്റർ ആണ്. കണ്ടോ? പഠിച്ചൊരു അക്ഷരം കണ്ടോ അവിടെ? റ. നെക്സ്റ്റ് ല ഉണ്ടായില്ല അല്ലേ? നമ്മൾ പഠിച്ചില്ല. അറ, അല. അപ്പോ ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ. All of you listen. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? പറയുന്നുണ്ടാവോ? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. ആ അറ, ആ അല. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം മിസ്. ആ അമ്പിളി. ആരൊക്കെയോ പറയാതെ അവിടെ നിൽക്കുന്നുണ്ടോ? ആ അമ്പിളി, ആ അച്ഛൻ, ആ അച്ഛൻ, ആ അമ്മ. ഓക്കെ. അപ്പോ പിന്നെന്താ പഠിച്ച നമ്മള്? ആ അറ, ആ അല. ഈ ഏഞ്ചൽ മരി ആരുടെ മടിയിലാ കിടക്കുന്നേ? ഏഞ്ചൽ മരിയ, മരിയക്കുട്ടി, എന്താണ് പരിപാടി? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും നല്ല മക്കളായി ഇരിക്കണേ. എങ്ങനെ ഇരിക്കണ്ടേ നമ്മളെ ക്ലാസ്സില്? നല്ല വൃത്തി ഇരിക്കണ്ടേ? പ്രോപ്പറായി ഇരിക്കണ്ടേ? നല്ല ഗുഡ് ഗേൾ അല്ലേ? ആ ഇരുന്നേ. നല്ല വൃത്തി ഇരുന്ന് നല്ല പൊന്നു മക്കളാവുന്നവർക്ക് സമ്മാനം ഉണ്ടേ. ഒരുപാടുണ്ട് സമ്മാനം. സ്കൂള് തുറന്നാൽ ഒരുപാട് സമ്മാനം തരും. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും കേട്ടോ. നല്ല മക്കളാവുന്ന ആരാന്ന് നോക്കട്ടെ. ഓക്കെ, നല്ല ഗുഡ് ബോയും ഗുഡ് ഗേൾ എല്ലാം ആരൊക്കെയാണ് നോക്കട്ടെ മിസ്. ഇവിടെ യാൻദേവ് അവിടെ ഇരിക്കുന്നുണ്ടോ സീറ്റില്? അപ്പൊ ചുട്ടും കസേരക്ക് ചുറ്റും നടക്കുകയാണല്ലോ അല്ലേ? പിന്നെ നല്ല മക്കളായി ഇരിക്കുന്നവരുണ്ട് കൊറേ പേര് അല്ലേ? ആ ഇവിടെ ലാമിയ ചെറുങ്ങനെ ഒരു താങ് ഉണ്ട് അല്ലേ ഇപ്പുറത്തുനിന്ന്? ഉണ്ടോ ലാമിയക്കുട്ടി? ഇല്ല അല്ലേ? ഇതാ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് മക്കൾ. ഇതാ യാന്റെ എവിടെയോ പോയല്ലോ. എങ്ങോട്ടാവൻ പോയത്? ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഓക്കെ, അപ്പോ നമ്മള് സ്വരങ്ങളിലെ ആദ്യത്തെ സ്വരാക്ഷരങ്ങൾ ഉണ്ട്, മലയാളത്തില് വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ട്. ഇടക്കിടക്ക് ഒന്ന് പറഞ്ഞു നോക്കണേ. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? അതില് സ്വരങ്ങളിൽ ആ എന്ന അക്ഷരമാണ് ഇപ്പൊ മിസ് കാണിച്ചു തന്നത്. ആ അല്ലേ? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ. തൊട്ട് നോക്കിയാ വായിക്കുന്നത് ഏതാണെന്ന്? ആ അറ. കൈ എവിടെ വെച്ച് നോക്കിയേ? ആ വെരി ഗുഡ്. ഇതാ കുറെ പേര് കൈ വെച്ച് വായിക്കാൻ തുടങ്ങി. ആ അല. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയൊരു പാട്ട് പദ്യം ഉണ്ടല്ലേ? ഒരു 4 ലൈൻ ഉണ്ട് അവിടെ. നമുക്ക് നോക്കാം എന്താണെന്ന്. അമ്പിളിനെ പറ്റിയാണ്. ആരാ അമ്പിളി മാമൻ നമ്മൾ പറഞ്ഞു അല്ലേ? ആകാശത്തിലല്ലേ? ആന കേറാമലയില്, അതായത് ആകാശത്തില് ഉള്ള ആളാണ് അമ്പിളി മാമൻ. നോക്കാം നമുക്ക്. അമ്പിളി പുഞ്ചിരി തൂകുന്നു, അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. അന്നവേ സിറ്റ് ഡൗൺ.
അർണവേ. ഓക്കെ, വെരി ഗുഡ്, നല്ല മോനാന്നേ. അപ്പോ അമ്പിളിനെ പറ്റിയിട്ടുള്ള ഒരു 4 ലൈൻസ് അല്ലേ? ആരാ അമ്പിളി നോക്കാ? അമ്പിളി പുഞ്ചിരി തൂകുന്നു. ഇവിടെ കണ്ടോ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് അല്ലേ? നല്ല തെളിച്ചൂല്ലേ? അതാണ് പറഞ്ഞ പുഞ്ചിരി. നിങ്ങളൊക്കെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയേ, നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഇതാ അമാനെല്ലാം നല്ല സൂപ്പറായി ചിരിക്കുന്നുണ്ട്. എന്താ അമാൻ, ദക്ഷിത്, അൻഷിക, ആൻഡ്രിയ, അൽഫോൺസ് ഇരിക്കുന്നുണ്ട്, അൻവിത, പി വി, ആൻദേവ്, ദർശിത്ത്, എല്ലാരും പുഞ്ചിരിക്കാൻ തുടങ്ങിയേ. മുഹമ്മദ് ഫൈസാൻ, അഞ്ജിത രഞ്ജിത്ത്, പിന്നെ ജുവൽ സിജു, ദക്ഷിണ പ്രിയേഷ്, ജൂഡ് ജെയ്മോൻ, ദക്ഷ പ്രദീപ്. ഓക്കെ, എല്ലാരും ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയേ. അതുപോലെയാണ് അമ്പിളിയും പുഞ്ചിരിക്കുന്നത്. ഇത് അൻഷിക കുട്ടി, ജൂഡ് ജെയ്മോൻ. ജൂഡിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അവൻ ജനലിലാണോ ഉള്ളത്? നമ്മൾ അങ്ങോട്ടൊന്ന് പോയാലോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഓക്കെ, ഡിയോൺ ജേക്ക് ജെയ്സൺ, സഹൽ ചിരിക്കുന്നുണ്ട്, ലാമിയെ കുട്ടി ചിരിക്കുന്നുണ്ട്, ആഷ്നി, ബ്രാൻ ചിനാബ്, ആരോൺ ഷിജോ എവിടെയുണ്ട്? കാണുന്നില്ലല്ലോ മിസ് അവനെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ആരോണേ? ഒന്ന് നേരെ ഇരുന്നേ, മിസ് ശരിക്കൊന്ന് കാണട്ടെ. ഏഞ്ചൽ മരിയ സൂപ്പറായി ചിരിക്കുന്നുണ്ട്, ഏഞ്ചൽ മരിയ TP, കശ്യപ് ഷൈജു, പിന്നെ നിസാർ, നൂറാസിന്, അംദാനെ കാണുന്നില്ലല്ലോ, ഹിസാൻ വെറ് അല്ല. അർണവ് ചോദിച്ചോ മിസ്സിനോട്? ചിരിക്കുന്നില്ല? അയ്യോ, നമുക്ക് അവിടെ പോണ്ടി വരും മിസ്സേ. ദർശിത്, രതീഷ്, അർണവൂട്ടം ചിരിക്കുന്നില്ലയോ? അവിടെ കിടക്കുവാണോ എന്നൊരു സംശയമുണ്ട്. അലിയക്കുട്ടി, ആൻഡ്രിയ തെരേസ, സിജോ, തനുസ് കൃഷ്ണ. തനുസേ ഇവിടെ ശ്രദ്ധിച്ചൊന്ന് നല്ല വൃത്തി ചിരിച്ചേ നോക്കട്ടെ. ആൻഡ്രിയ കുട്ടി നല്ല സൂപ്പറായി ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് യാൻദേവേ, അവിടെ ഇല്ലേ ആള്? നെക്സ്റ്റ് അൻവിത, അനുശ്രീ, അഭിജിത്ത്, ആഷിൽ ദേവേ എവിടെയാ പോകുന്ന ആള്? നെക്സ്റ്റ് ലാമിയനെ വിളിച്ചു. അപ്പൊ എല്ലാ മക്കളും നല്ല സൂപ്പറായി പുഞ്ചിരിക്കുന്നുണ്ട് അല്ലേ? ദൈവ തെരേസ, ജുവാന സിനാമനു, ഏഞ്ചൽ മരിയ, പ്രിൻസ്, ആൻഡ്രിയ അൽഫോൺസ്, അൻവിത, ദക്ഷ പ്രദീപ് അല്ലേ? ജൂഡ് ജെയ്മോൻ, ജുവൽ സിജൂസ് കറിയ. ജുവലേ, where are you going? ജുവൽ ചിരിക്കുന്ന കണ്ടില്ലല്ലോ ഒന്ന് മിസ്. സൂപ്പറായി ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡാൻസ് കളിക്കുന്നുണ്ട് ആൻഡ്രിയ തെരേസ, സിജോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ 4 ലൈൻസ് ഒന്ന് പാടാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. അലിയക്കുട്ടി, ദക്ഷിത്, ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുവാട്ടോ. അൻഷിക ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നല്ല പൊന്നു മക്കളല്ലേ, ഇവിടെ ശ്രദ്ധിക്കണേ. ഓക്കെ, തനുസിന്റെ പൊന്നുഞ്ഞില്ല അല്ലേ? തൊപ്പി വെച്ച. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. അനുശ്രീക്കുട്ടി പുഞ്ചിരിച്ചോ? മുടിയെല്ലാം കെട്ടിയിട്ടുണ്ടേ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു അല്ലേ? നല്ല നിലാവുണ്ടാവും, ചന്ദ്രൻ ഉണ്ടാവുമ്പോ അല്ലേ? ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാവുമ്പോ എന്താ, നിലാവുള്ള രാത്രിയായിരിക്കും അല്ലേ? ഓക്കെ, അതാ പറഞ്ഞ വെള്ളി വെളിച്ചം വിതറുന്നു. മാനം നോക്കി നടക്കുമ്പോൾ. എന്താ മാനം? മിസ് നേരത്തെ പറഞ്ഞു. എന്താണ്? ആകാശത്തിന്റെ ഒരു അർത്ഥാണല്ലേ എന്ത്? മാനം. മാനം എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പൊ ആകാശം നോക്കി നടക്കുമ്പോൾ അമ്പിളി എന്ത് ചെയ്യും? നമ്മുടെ കൂടെ പോരുന്നത് പോലെ തോന്നും അല്ലേ? നമ്മളിപ്പോ വീട്ടിൽ നിന്ന് നോക്കി കുറച്ച് അപ്പുറത്തിൽ നിന്ന് നോക്കിയേ, അടുത്ത റൂമിൽ നിന്ന്, അടുത്ത പുറത്ത് കുറച്ചും കൂടെ ദൂരെ നിന്ന് കഴിഞ്ഞാല് അവിടുന്ന് നിന്നെ നോക്കും, നമ്മുടെ നോക്കുന്ന പോലെ തോന്നും അല്ലേ? ആരാ നോക്കുന്ന വെച്ചാൽ അവരെ നോക്കുന്ന പോലെ തോന്നും. അവിടുന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ പഠിച്ചാൽ ഞാൻ നോക്കിയതെങ്കിൽ അവിടെ കാണും. കുറച്ച് സമയം കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് നോക്കുമ്പോഴോ അവിടെയും കാണും അല്ലെ? കൂടത്തിലെത്തി നമ്മുടെ സ്കൂളിന്റെ അടുത്താണ് നോക്കുന്നെങ്കിൽ അവിടെയും കാണും. ഓക്കെ,
അപ്പൊ എന്തൊക്കെയാ, എങ്ങനെയാ കാണുക? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. അതാണ് ആ 4 ലൈൻസ്. ഒന്ന് പാടി നോക്കിയല്ല മക്കളും. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ആ അൻവിക്കുട്ടിയൊക്കെ പുഞ്ചിരിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവും അല്ലേ? ആരോൺ ഷിജോ പാട്ട് പഠിച്ചോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ആ അമ്പിളി, അച്ഛൻ, അമ്മ, അറ, അല. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. നിഹാരക്കുട്ടി ചിരിച്ചിട്ടുണ്ടായിരുന്നോ? നിഹാര, മനോജ്, അതിജിത്ത് അല്ലേ? അതാ ഡിയോൺ ചിരിച്ചോണ്ടിരിക്കും. സഹല് ചിരിച്ചോ? സഹലേ ഓക്കെ. പിന്നെ ആരാ? ഫൈസാൻ ഉണ്ട് അല്ലേ? ആ ബ്രാൻസിനാവ് മാത്യു ഉണ്ട്, അമാൻ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ മക്കളും നല്ല വൃത്തി ചിരിച്ചോണ്ടിരിക്കുന്ന അമാനെല്ലാം. അൻവി, ആരോൺ, ഷിജോ, ഹിസാൻ, അൻവർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എല്ലാ മക്കളും എന്താ പുഞ്ചിരിക്കുമ്പോ നല്ല സുന്ദരിയായി, സുന്ദരന്മാർ. ആ ദക്ഷിണ കുട്ടി ഇതാ ചിരിക്കുന്നുണ്ട്. പിന്നെ ആരാ? അഞ്ജിത, രഞ്ജിത്ത് ചിരിക്കുന്നുണ്ട് നല്ല മോളായിട്ട്, ചിട്ടെല്ലാം വെച്ചിട്ട് അല്ലേ? ഒക്കെ നമ്മൾ അന്നേരം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടേ. ഓർമ്മയുണ്ടോ എല്ലാ മക്കൾക്കും? റായ എഴുതാൻ അറിയോ എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് മിസ് എല്ലാരെ കൊണ്ടും പാടിക്കാട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും നല്ല പോലെ പഠിക്കണേ. ഓക്കെ, പിന്നെന്താണ്? ഒന്ന് സ്ലേറ്റ് എടുത്ത് നോക്കിയേ എല്ലാവരും. റായും രായും ഒക്കെ ഓർമ്മയുണ്ടോ നോക്കണ്ടേ നമുക്ക്? all of you take your slate. റായ എഴുതാൻ അറിയോ നോക്കാലോ നമുക്ക്. പഠിച്ച കാര്യം ഒന്ന് ഓർമ്മിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് അതാ അൻവീര് ഫുള്ള് എഴുതിയിട്ടുണ്ട് സ്ലേറ്റില്. സൂപ്പർ അല്ലേ? കശ്യപ് എഴുതിയോ? കശ്യപ്, അനുശ്രീ, ആഷ്നി, turn on your video. ഓക്കെ, തനുസ്. അപ്പൊ റാ പറഞ്ഞോണ്ട് എഴുതണേ. റാ. നെക്സ്റ്റ് രാ അല്ലേ? അപ്പൊ റാ അല്ലേ? റാ. ഏതക്ഷര? all of you listen here. റാ. ഓക്കെ, നെക്സ്റ്റ് വൺ രാ. ഇത് തന്നെ നിങ്ങൾ നല്ലതുപോലെ ഓർമ്മിച്ച് പഠിച്ചു വെക്കേ. ഓക്കെ, രാ ട്ടോ. റാ എഴുതി അതിൻ്റെ ഉള്ളിൽ കൂട്ടി. ഓക്കെ, രാ. റായും രായും നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് എല്ലാ മക്കളും അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങളില് ഫസ്റ്റ് ലെറ്റർ പറയാൻ പഠിച്ചിട്ടുണ്ടേ. ആദ്യത്തെ അക്ഷരം ആ അല്ലേ? ആ എഴുതാനല്ല, ആ പറയാൻ. ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. ഓക്കെ, റാ രാ. കണ്ടോ? എല്ലാവരും സ്ലേറ്റിൽ എഴുതി നോക്കിയോ മക്കളെ? ഓക്കെ ആണല്ലേ? എല്ലാം കിട്ടുന്നുണ്ട്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഇതാ അൻഷിക എഴുതി, ജ്വാനാസിന മനു എഴുതി. പിന്നെ ആരാ എഴുതിയത്? ഇവിടെ അർണവ് എഴുതി, അൻവി എഴുതി, തനുസ് എഴുതി. എഴുതുന്നവരെയാണ് മിസ് പേര് വിളിക്കുന്നത്. അപ്പൊ വേഗം വേഗം എഴുതിയ എല്ലാരെയും പേര് വിളിക്കുവേ. ഇവിടെ അംദാൻ എഴുതി. ഓക്കെ, വെരി ഗുഡ് അംദാൻ. ഹിസാൻവർ, വെരി ഗുഡ്.
ഓക്കെ ഓക്കെ, അർണവ് എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട്. ആൻഡ്രിയ അൽഫോൺസ് എഴുതി. നല്ല വൃത്തി എഴുതിയേ ആൻഡ്രിയ കുട്ടി. തിരിച്ചിട്ടാണ് മിസ്സിനെ കാണിക്കുന്നത്. ഓക്കെ, സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ടേ. ആ നെക്സ്റ്റ് ആരാ എഴുതിയേ? ആൻഡ്രിയ തെരേസ സിജോ. ആ ഏഞ്ചൽ മരിയ ടി പി. യാൻദേവ് എഴുതിയിട്ടുണ്ട് സൂപ്പർ. അമാൻ എഴുതിയിട്ടുണ്ട്. അമാൻ എഴുതിയോ അമാനെ? ബ്രാൻചിന മാത്യു നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ദക്ഷ പ്രദീപ്, ആഷ്നി സൂപ്പർ. അതിജിത്ത് എഴുതിയിട്ടുണ്ട്. ആദിദേവ് ശിവദാസ് ഇല്ലേ ഇന്ന്? ഇല്ല. ഗൗരി ലക്ഷ്മി എഴുതിയോ മോളെ? ഗൗരിക്കുട്ടി. ആഷിൽ ദേവ് എഴുതിയോ? ഗൗരിക്കുട്ടി നല്ല സൂപ്പറായി പുഞ്ചിരിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നലത്തെ ക്ലാസ്സിൽ മിസ് കണ്ടില്ലല്ലോ ഗൗരീന. എന്തു പറ്റി പുഞ്ചിരിച്ചേന്ന്? ആ എന്തു പറ്റി ഇന്നലെ? എവിടെ പോയി? ആ ഡ്യൂട്ടിക്ക് പോയി. അച്ഛൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ടാണല്ലേ ഇന്നലെ ഗൗരി കയറാതിരുന്നതല്ലേ? ഓക്കെ. ആ നെക്സ്റ്റ് ആരാ? ഇന്ന് ആദിദേവിനെ കാണുന്നില്ല. കുറെ പേരുണ്ടല്ലോ ഇന്ന് ലീവ് അല്ലേ? ആ ആരോൺ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്നുണ്ട് അല്ലേ? എന്താ റിതക്കുട്ടി പുഞ്ചിരിച്ചോ? എഴുതിയോ സ്ലേറ്റില് റിത? മനോജ്. ഓക്കെ, എല്ലാ മക്കളും എഴുതുന്നുണ്ട് സൂപ്പർ ആയിട്ടേ. എല്ലാവരെയും ഒന്നും കൂടെ ഫോട്ടോ എടുക്കട്ടെ. സൂപ്പറായി ഇരുന്ന എല്ലാവരുവേ. ഓക്കേ, ഇന്നേരം നല്ല പുഞ്ചിരിച്ചോണ്ടിരിക്കുന്ന എല്ലാരും അല്ലേ? നമ്മൾ അമ്പിളി ചിരിച്ച പോലെ ചിരിക്കുന്നു അല്ലേ? ആ അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു ഇന്ന്? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. ഓക്കെ, അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ലക്ഷ്മിക്കുട്ടിക്ക് എന്തോ ചൊടിയാണേ, ഗൗരി ലക്ഷ്മിക്ക് അല്ലേ? ആണോ ഗൗരിക്കുട്ടി? ഒന്ന് പുഞ്ചിരിച്ചേ ഗൗരി. എല്ലാരും ഇവരൊക്കെ ചിരിച്ചിട്ടിരിക്കണേ. ആ അല്ലേ ജുവലേ? ആ അൻവിത അതെ, ആൻഡ്രി അതെ, ജുവാനാസിന അതെ, ഏഞ്ചൽ മെരി അതെ അല്ലേ? ദിജിത്ത് അതെ. അമാൻ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. ഹിസ, അർണവ്, ജൂഡ് ജെയ്മോൻ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. തനുസ് ഇതാ ചിരിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രാൻ ചിനാബ്, ദക്ഷ പ്രദീപ്, നിഹാര. വെള്ളി വെളിച്ചം മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കേ, അപ്പൊ നമ്മുടെ ഹോംവർക്ക് നമ്മുടെ അക്ഷരദീപം ബുക്കില് റായും രായും എഴുതിയോ മക്കളെ? എല്ലാവരും എഴുതിയോ? ആ റായും രായും എഴുതി കഴിഞ്ഞോ? ആ നല്ല നീറ്റിൽ എഴുതി പഠിക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ലൈൻ ബുക്കിലേക്ക് എഴുതാം കേട്ടോ. നല്ല നീറ്റിൽ ചില കുട്ടികളൊക്കെ എഴുതി നീറ്റിൽ എഴുതി പഠിച്ചിട്ട് തെറ്റിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ എഴുതണേ നമ്മുടെ 2 ലൈൻ ബുക്കിൽ. എന്താണ് ദക്ഷിണ ഇവിടെ? അൻഷികയുടെ അടുത്ത് നോക്കരുതെന്നാണോ? ഓക്കെ, എഴുതിയല്ലേ? 2 ലൈൻ ബുക്ക് എഴുതിയതാ ദക്ഷ, നിഹാര. ആഹാ, ബുക്കൊന്നും ആരും കളയല്ലേ, സൂക്ഷിച്ചു വെക്കണേ.
ഓക്കെ, നല്ല നീറ്റിൽ ഉപയോഗിക്കണം ബുക്ക്. അതാ വെരി ഗുഡ്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ റാ പഠിച്ചു, രാ എഴുതാൻ പഠിച്ചു. നല്ല പൊന്നു മക്കളായിട്ടുണ്ടേ എല്ലാവരും. എഴുതുന്നുണ്ട് എല്ലാരും റാ. ഓക്കെ, നെക്സ്റ്റ് രാ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അമ്പിളിയുടെ പാട്ട് പഠിക്കണേ എല്ലാവരും. അടുത്ത ക്ലാസ്സിൽ എല്ലാരും പാടിപ്പിക്കാട്ടോ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യണോ? കൈ പൊക്കിയാ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഉണ്ടോ? ആർക്കുമില്ല. തനുസിനുണ്ട്. എന്താ തനുസേ, പറഞ്ഞോ. എനിക്ക് രാ എഴുതാൻ അറിയില്ലേ മോനെ? അയ്യോ, വെരി സിമ്പിൾ. ഒന്നാണ് ഭയങ്കര സിമ്പിൾ അല്ലേ എഴുതാൻ. എങ്ങനെയാ എഴുതുക നമ്മള്? റാ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്കൊന്ന് കൂട്ടുക. ഇത്രയല്ലേ വേണ്ടുള്ളൂ. നമുക്ക് നോക്കാന്നല്ലേ, എങ്ങനെ എഴുതി നോക്കാം അല്ലേ? ഇതാണ് റാ അല്ലേ? റാ എഴുതാൻ പഠിച്ച ഒരാൾക്ക് ഒരു പണിയില്ലതാ. നോക്കി, ഇവിടെ റായുടെ ഇതാണ് റാ. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടിയ ഓക്കെ, രായായി അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് നമുക്ക് നോക്കാം അല്ലേ? രാ പഠിച്ചില്ലല്ലോ തനുസ്, നമുക്കൊന്ന് എഴുതി നോക്കാന്നല്ലേ. ദാ റെഡി, ഇതാണ് റാ അല്ലേ? ഓക്കെ, പിന്നെന്താണ്? സിമ്പിൾ അല്ലേ? ഇതാ തനുസേ നോക്കിയേ, ഇങ്ങനെ ഇവിടേക്ക് കൂട്ടി. അപ്പൊ എന്തായി? രാ. ജോഡി ചെയ്യുമോനാണോ എന്റെ ബോർഡ് ഉപയോഗിച്ച് എഴുതിയത്? ആന്ന് തോന്നല്ലോ. അപ്പോ റാ. ഓക്കെ, വെരി സിമ്പിൾ. നെക്സ്റ്റ് രാ. ഉണ്ടോ? ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഭയങ്കര ഈസിയാണ്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറത്തേക്ക് ഒരിക്കലാണ് ത. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഗൗരിലക്ഷ്മി ഇപ്പൊ മിസ്സിന്റെ ബോർഡിൽ എഴുതിയ ആള് യാന്റെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ടേ മിസ്. ഓക്കെ, ഇതാ റാ. പറഞ്ഞേ, റാ. നെക്സ്റ്റ് വൺ രാ. ഓക്കെ, സൂപ്പറായി എഴുതുന്നുണ്ട് എല്ലാവരും. ദാ ആഷിൽ ദേവ് എഴുതി, ഗൗരിലക്ഷ്മി എഴുതി, അതിജിത്ത് എഴുതിയിട്ടുണ്ട് എന്റെ ബോർഡിൽ. ഏതാ നിങ്ങൾക്ക് ഷെയ്റ്റ് ഇല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മള് റാ എല്ലാരും മായ്ച്ചു കഴിഞ്ഞേ? ബോർഡൊക്കെ വൃത്തികേടാക്കാതെ അവനവൻ എഴുതിയൊക്കെ മായ്ച്ചു കഴിഞ്ഞേ? ദക്ഷ പ്രദീപ് ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അല്ലേ തനുസേ? എഴുതാൻ പഠിച്ചോ? ഇനി ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ തരാ. അപ്പൊ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് എന്നിട്ട് ഉള്ളിലേക്ക് കൂട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. ഓക്കെ, ബൈ. അയ്യോ, ദക്ഷിണക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടി ക്ലാസ് കഴിയുമ്പോ അല്ലേ? ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ അമ്പിളിയുടെ പാട്ട് പാടിക്കോ എല്ലാ മക്കളും. അമ്പിളിയുടെ പാട്ട് പാടിയേ. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വിടറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, നെക്സ്റ്റ് ദിവസം കാണുന്നവരെ ബൈ. സി യു. എല്ലാവരും ഒന്ന് ബൈ പറഞ്ഞേ. ബൈ, സി യു, ബൈ. ദിവസം കാണാട്ടോ.
ഒന്ന് ബൈ പറഞ്ഞേ ഉറക്കെ. അമാനിൽ എന്താ അവിടെ ബൈ ഒന്നും പറയുന്നില്ല. ബൈ. ഓക്കെ ബൈ.